അദ്ദേഹത്തെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന് ആശംസ അറിയിക്കാനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ PKSന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം, നമ്മുടെ പൊതുപ്രസ്ഥാനത്തിൻ്റെ CPIMന്റെ കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഷിബുവിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ PKSന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം, അതുപോലെ നമ്മുടെ നഗരൂർ പഞ്ചായത്ത് മെമ്പറും PKSന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് മണിലാൽ നിർവഹിക്കുന്നതിന് വേണ്ടി PKSന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുനിൽകുമാർ ിലൊക്കെ തന്നെ ഏർപ്പെട്ട് ഈ രാജ്യത്ത് സമ്പത്തുണ്ടാക്കി. ഈ സമ്പത്തുണ്ടാക്കിയപ്പോഴാണ് വിദേശികളായിട്ടുള്ള ആര്യന്മാര് ഇന്ന് ബ്രാഹ്മണർ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മണ്ണിലേക്ക് കടന്നു കയറുന്നതാണ്. അവർ കൊണ്ടുവന്നിട്ടുള്ള ചില കുട്ടൂരങ്ങളുടെയും നിയമങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും വയലിൽ പണിയെടുക്കുന്ന കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന നമ്മെപ്പോലെയുള്ള ആളുകൾ, ഈ മണ്ണിൻ്റെ മണമുള്ള മക്കൾ, ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ആളുകൾ അടിച്ചമർത്തപ്പെട്ടു. സ്വാഭാവികമായും നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ അടിച്ചമർത്തലിൻ്റെ ഭാഗമായി രാജ്യത്തിലെ പൊതുമേഖലകളിൽ നിന്നെല്ലാം തന്നെ നമ്മൾ അന്യവൽക്കരിക്കപ്പെട്ടു. രാജ്യത്തെ സാമ്പത്തിക മേഖലകളിൽ നിന്ന്, രാജ്യത്തിലെ ഭരണ കേന്ദ്രങ്ങളിൽ നിന്ന്, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ ഈ വിഭാഗം ആളുകൾ പിന്തള്ളപ്പെട്ടു. 947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആഗ്രഹിക്കുന്നത്, പണ്ട് പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ എന്ത് പറയും, തണ്ണിക്കോണം കോളനി, ചെക്കാലക്കോണം കോളനി, അതുപോലെ നഴ്സുമാരില്ലാത്ത, ആരോഗ്യ പ്രവർത്തകരില്ലാത്ത, മെഡിസിൻ ഇല്ലാത്ത നിലയിലേക്ക് സർക്കാർ ആശുപത്രികൾ വീണ്ടും മാറി വരികയാണ്. 3 മാസക്കാലം കൊണ്ടാണ് ഈ മാറ്റം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ പൂട്ടിക്കൊള്ളാമെന്ന്, കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ അടച്ചു പൂട്ടിക്കൊള്ളാമെന്ന് വലിയ ആശുപത്രി മുതലാളിമാർക്ക് വാക്കുകൊടുത്ത് അവരുടെ കയ്യിൽ നിന്നുൾപ്പെടെ ചില